അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം. പൊൻകച്ചയും പൂണ്ട് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്. അതാണോ അതിന്റെ താളം? പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ വെള്ളോടുല തന്നിൽ കാച്ചി പഠിപ്പിച്ച വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനെ ഹാർമോണിയം ഇടാൻ മതി, ഇനി ഇരിക്കും, ഇനി കുഴപ്പമില്ല. ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും വേദപുസ്തകം നന്നായി വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും പരിചയമുള്ളവരും വിശേഷിച്ച് നന്നായിട്ട് പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിച്ചിരിക്കുന്നവരുമാണ്. ചില പഠിച്ചിരിക്കുക, ഇങ്ങനെ നോട്ടം കാണുമ്പോൾ എല്ലാം പഠിച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രാർത്ഥനയും ചോദിക്കുക. മസിൽ പിടിക്കരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് രാത്രി ധ്യാനിക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും. അവിടെ അപ്പനെന്നാ പറഞ്ഞെങ്കിലും ശരിക്കും പഠിച്ചാൽ നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലമല്ല ഞാൻ നിനക്ക് മടക്കി തരുന്നു. അടുത്തത്, നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദാവീദ് ആരോടാ ഇത് പറയുന്നത്? നമുക്കറിയാം ആരോടാ. മഫീബോശത്തിനോടാ പറയുന്നത്. ദാവീദ് മെഫീബോശത്തിനോട് പറയുക, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്. തെളിച്ച് പറഞ്ഞാൽ നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം നിനക്ക് തരികാതിരിച്ചു. ഇത് തരിക മാത്രമല്ല, നീ നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണം. നമുക്ക് ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഈ ചരിത്ര പുസ്തകങ്ങളാകുന്ന ശമൂവേലിന്റെ പുസ്തകം അടക്കമുള്ളതായ പുസ്തകങ്ങൾ. ഈ 66 പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥമാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. അതുകൊണ്ട് ഇതിന് പേര് വന്നത്. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി, എല്ലാത്തിൻ്റെ ഉൽപ്പത്തിയാണ്. അതിനാ ഉൽപ്പത്തി എന്ന് പേരിട്ടേക്കുന്നത്. ആ പേരിടാനും കാര്യം വേറെ പുസ്തകത്തിൽ തന്നെ ആ പേര്. 2-4 വായിച്ചോ. 2-4
യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. അതുകൊണ്ടാണ് ഇതിനാ പേര് കൊടുത്തേക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. ഞാനെപ്പോഴും പറയും, വിവരം ഉണ്ടാകാൻ നല്ല പുസ്തകമായത്. വിവരം അറിയുകയും ചെയ്യാം. വിവരം എന്ത് ചെയ്താൽ ഇത് വായിക്കുകയല്ല. ചിലരെ വായിക്കുകയല്ല. ചവടക്കിനൊക്കെ വന്ന് തെറ്റിക്കുന്ന കാണണം. എപ്പോഴും വായിക്കുകയാന്ന് ഇത് തെറ്റുമോ? ചവടൊക്കെ വായിക്കുക, എപ്പോൾ സോസ് വെച്ച് ആ മൃദംഗ യുദ്ധം ചെയ്തു. ഇത് വായിക്കുന്നില്ലെന്നതാ. ഞങ്ങളുടെ യോസഫാസ് പറഞ്ഞു, തവലയും കാണും, നീ വായിക്കണ്ടെന്ന് പറഞ്ഞു. ഒരാൾ വായിച്ചതാ, ഹാ നോക്ക്, നോക്കെന്ന് പറഞ്ഞതാ. ഹാ നോക്ക് ചോദിച്ചാൽ എന്നെ സൂക്ഷിച്ച് നോക്കുന്നല്ലോ. ഉള്ളതാ. ഇത് എന്ത് ചെയ്താ വായിക്കുകയല്ല. ഇതെന്നും വായിക്കണം, ധ്യാനിക്കണം, അയവറക്കണം. സ്തോത്രം. അയവറക്കുമ്പം അതെന്തൊരു ശരീരത്തിന് തന്നെ വിടുതല. ദൈവത്തിന്റെ മഹത്വം. ഇതിലും മധുരം വേദമല്ലതിന്നേതുണ്ടു ചൊൽതോഴ നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴ. നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തേനിലും തേൻകെട്ടെങ്കിലും മധുരമുള്ള തിരുവചനമാണ്. മൈക്കിൻ്റെ ഓളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാരാ? നമ്മളാണോ? അപ്പോൾ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ പാടുകയാണെങ്കിൽ പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ ശബ്ദമായിരിക്കണം മേളിൽ നിൽക്കുന്നത്. എന്തോ പാട്ടാണ്, പദം എന്നതാണ്, വരി എന്തുവാണ്, അതിൻ്റെ അർത്ഥം എന്താ, അത് ഗ്രഹിക്കണം. അപ്പോൾ ഇവരുടെ ശബ്ദമെല്ലാം അന്നേരം താന്നിരിക്കണം. പാട്ട് പാടിക്കഴിയുമ്പോൾ ഞാൻ ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കും. അന്നേരം അത് കൂട്ടിക്കോണം. ഞാൻ അന്നേരം മിണ്ടുകയല്ല. ഇങ്ങനെ ഇവിടെ എന്നല്ല, സംഗീത ശുശ്രൂഷ മുഴുവൻ ഇങ്ങനെ. കാരണം പുസ്തകത്തിലെ പ്രമാണം സംഗീതക്കാര് മുമ്പിലും വീണക്കാര് അതാ എൻ്റെ പ്രമാണമല്ല. ഇത് ചിലയിടത്ത് എന്നാൽ ഏത് പാട്ടാന്ന് പോലും അറിയത്തില്ല. പിന്നെ എല്ലാം കൂടെ അങ്ങ് ഓളം ഉണ്ടാക്കി അങ്ങ് പോവുക. അത് പാടില്ല. ഇതിനൊക്കെ പ്രമാണമുണ്ട്, എല്ലാത്തിനും പ്രമാണമുണ്ട്. അപ്പം നിങ്ങളത് പിന്നെ മൊബൈലിൽ കളിക്കും. മോനെ കേട്ടല്ലോ, എന്തുവാ ഇപ്പം നോക്കിയേ. നിങ്ങളുടെ ശബ്ദം ഞാൻ പാടുമ്പോൾ താക്കുന്ന ഓർത്ത് വായിക്കാതെ ഉഴപ്പുകയും ചെയ്യരുത്. ഉഴപ്പിയാൽ എനിക്കറിയാം. നമ്മൾ എല്ലാവരോടും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് എന്നും വായിച്ചും ധ്യാനിച്ചും വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവർ തൃക്കേൽക്കലിരുന്ന തിരുവചനം പ്രാപിച്ചെന്ന തൃക്കാൽക്കൽ ഇരിക്കണം. അവിടുത്തെ തൃക്കാൽക്കൽ ഇത് പ്രാപിക്കണം. അതിന് ദൈവം ഇന്ന് രാത്രിയും കൃപ നൽകട്ടെ. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി, സകലത്തിൻ്റെ ഉൽപ്പത്തി. ഏതാണ്ട് 2000 കൊല്ലത്തെ ചരിത്രമുണ്ട് അതിനകത്ത്. 2000 കൊല്ലത്തെ ചരിത്രമുണ്ട്. ദൈവത്തിന് മഹത്വം. ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ അറിയാം. 1 മുതൽ 11 വരെ ചില കുടുംബത്തിൻ്റെ ചരിത്രമാണ്, ചില വ്യക്തികളുടെ ചരിത്രമാണ്. ആദമ്, ഹാബേല്, ഹാനോക്ക്, സ്തോത്രം, നോഹ. എന്നാൽ 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. ഈ അണ്ടകടാകത്ത് ബ്രഹ്മാണ്ട കൂടിനാണ്ടത്തിൻ്റെ സകലത്തിൻ്റെയും ഭൂചര വസ്തുക്കളുടെ എല്ലാം ചരിത്രം എൻ്റെ ഭാഷയാണ് 11 അധ്യായത്തിൽ ഒതുക്കി. എന്നാൽ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം 38 അധ്യായത്തിൽ കൂടുതലാണ്. അതെന്താ ഈ കുടുംബത്തിന്റെ ചരിത്രം? എല്ലാ കുടുംബവും പോലല്ല, ദൈവത്തെ ഭജിക്കുന്ന കുടുംബമാണ്. ദൈവത്തിന് ലോകചരിത്രം പറയുന്നതിലും കേൾപ്പിക്കുന്നതിലും അത്യാവശ്യം തന്നെ ഭജിക്കുന്നവന്റെ ചരിത്രമാണ്. തന്നെ സേവിക്കുന്നവന്റെ, ശുശ്രൂഷിക്കുന്നവന്റെ, ആരാധിക്കുന്നവന്റെ ചരിത്രത്തിന് ദൈവം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു.